ജന്മബന്ധം കൊണ്ടാകാം ഈ കുട്ടി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. സാറ് എവിടെയെങ്കിലും എനിക്കൊരു ജോലി ശരിയാക്കി തന്നാൽ മതി. ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെയെങ്കിലും വളർത്തിക്കൊള്ളാം സാറേ. തന്റെ ഈ സാറ് വിളി ഒന്ന് നിർത്ത്. അതിനൊരു അകൽച്ചയുടെ സ്വരമുണ്ട്. താനൊന്ന് സജീന്ന് വിളിച്ചാൽ മതി. താൻ ഭക്ഷണം കഴിക്കേ. തന്റെ ജോലിയുടെ കാര്യം ഞാൻ അച്ഛനോടൊന്ന് സംസാരിച്ച് നോക്കാം. അതിനു മുമ്പ് തനിക്ക് താമസിക്കാനും സ്ഥലം സംഘടിപ്പിക്കണ്ടേ? വഴിയുണ്ട്, കഴിക്കേ. അല്ല, ഇതാര്? വരണം വരണം. എന്താ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ? വെറുതെ മേനോൻ ചേട്ടനൊന്ന് കാണണമെന്ന് തോന്നി. എന്താ പ്രത്യേകിച്ച് ഒരു ചേട്ടൻ വിളിയൊക്കെ? വരും. ആ വിളിക്ക് എന്തെങ്കിലും വിശേഷം കാണുമെന്ന് കൂട്ടിക്കും. ഇരിക്കും ഇരിക്കെ. ഇദ്ദേഹത്തെ മനസ്സിലായില്ല. ആ, ഇതെന്റെ സുഹൃത്താ അജയൻ. അജയ, ഇതാണ് പരമേശ്വര മേനോൻ. നമസ്കാരം. മോളെ വാ. മോടെ പേരെന്താ? കുക്കു. കുക്കു. മോളുടെ അമ്മ എവിടെ? മോളുടെ അമ്മ പ്രസവത്തോടെ മരിച്ചുപോയി. ഇപ്പോ അച്ഛനും അമ്മയൊക്കെ അജയനാ. അയ്യോ. പിന്നെ ഞാൻ വന്നത് ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്യും. എന്താണാവോ? കുറച്ച് ദിവസത്തേക്ക് അജയനെ കൂടി ഇവിടെ താമസിപ്പിക്കണം. ബുദ്ധിമുട്ടൊന്നും പറഞ്ഞാൽ പറ്റില്ല, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അത് സാറ് എന്ന് പറഞ്ഞാ പിന്നെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ആള് കുഴപ്പക്കാരനൊന്നുമല്ല, വിശ്വസിക്കാം. പിന്നെ വാടക എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നേക്കാം. ഓ, അതൊന്നും അത്ര കാര്യമാക്കണ്ട. പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ ഞാനത്, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ വേക്കൻസി വല്ലതുണ്ടോ? അജയനൊരു ജോലിക്കാ. അത് പിന്നെ സാറിന്റെ അച്ചായന്റെ സൂപ്പർ മാർക്കറ്റ്. സാറൊന്ന് പറഞ്ഞാ പോരെ, അച്ചായൻ കേൾക്കില്ലേ? അല്ല, വേക്കൻസി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാ. അല്ലെങ്കിൽ അച്ചായൻ കിടന്ന് കാണാ ഗുണാന്ന് പറയും. സാരമില്ല, ഞാൻ പറഞ്ഞോളാം. അജയ, ഞാൻ ഇറങ്ങട്ടെ. നാളെ കാണാം. വേണ്ട സൗകര്യങ്ങളൊക്കെ മേനോൻ ചെയ്തു തരും. കേട്ടെ. അജയൻ. നമ്മളാരാണാവോ? എന്താ നോക്കുന്നത്? അമ്മേ, അമ്മേ, ആരാ അമ്മ അവിടെ നിൽക്കുന്നത്? ഓ, അതോ, അത് നമ്മുടെ വീട്ടിൽ താമസിക്കാൻ വന്ന ആളാ. ഇവിടെയോ? സജി സാറിന്റെ കൂട്ടുകാരന്. സാറ് പറഞ്ഞ നമുക്ക് കേൾക്കാതിരിക്കാൻ ഒക്കുവോ? സാറ് പറഞ്ഞെന്ന് വെച്ച് നമ്മൾ അറിയാത്ത ഒരാളെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാ? അയ്യോ, അയാള് കല്യാണം കഴിച്ചൊരു കുട്ടിയുള്ള ആളാ. ഭാര്യ മരിച്ചുപോയി. പാവം, 1 വയസ്സ് പോലും തികയാത്ത കൊച്ചു കുട്ടിയാ. കുറച്ചു ദിവസം കഴിയുമ്പോ പൊയ്ക്കോളും. അയാള് വേറെ വീട് അന്വേഷിക്കുന്നുണ്ട്. ആദ്യം കുറച്ചു ദിവസത്തേക്കെന്നൊക്കെ പറയും, പിന്നെ പോവില്ല. ഈ അച്ഛന്റെ ഓരോ കാര്യങ്ങൾ. ആ മുൻവശത്തെ ഒരു മുറി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നോക്കൂ, എന്നെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അഭയം തന്നിടത്ത് അവകാശം ചോദിക്കാനൊന്നും ഞാൻ നിൽക്കില്ല. വാവോ 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 കരയില്ലേ 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 വാവോ 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 മോള് കരയില്ലേ. ഉണ്ണി വാവോ പൊന്നുണ്ണി വാവോ 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 വാവോ. ഈ കുട്ടി കിടന്ന് വല്ലാതെ കരയുന്ന എന്താ? ഇപ്പൊ എങ്ങനെയുണ്ട്? കുട്ടിയുടെ കരച്ചിലുണ്ട്. എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ? എക്സാമിന് തോറ്റാ അച്ഛനോട് ചോദിക്കരുത്. ഓഹോ, നിനക്ക് പഠിക്കാതിരിക്കാൻ ഒരു കാരണമായല്ലോ. കുഞ്ഞെന്താ കരയുന്നതെന്ന് ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ. കൊറേ നേരമായാലോ കുഞ്ഞു കിടന്ന് കരയാൻ തുടങ്ങിയിട്ട്. എന്താന്നറിയില്ല, പാല് കുടിക്കുന്നേ ഇല്ല. മോള് അയ്യോ, ഇത്രയും ചൂടായിട്ടാണോ കുഞ്ഞിന് പാല് കൊടുക്കുന്നത്? അവക്ക് കുടിക്കാൻ കഴിയുന്നില്ല, അതാ കിടന്ന് കരയുന്നത്. സന്ധ്യേ, ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസിങ് എടുത്തോണ്ട് വന്നേ. ആ, കരയല്ലേ മോളെ. പോട്ട് പോട്ട് പോട്ട്. അച്ഛൻ ചൂടുപാല് തന്നോ? അമ്മിണിക്കുട്ടൻ കരയല്ലേ? പോട്ടടാ പോട്ട്. വേണ്ട വേണ്ട വേണ്ട. പൊന്നു മോള് കരയല്ലേ. ഇതും തളിപ്പിച്ചേ. ആ, കരയല്ലേ മോള് കരയല്ലേ. ഇപ്പൊ തരാം ഇപ്പൊ തരാം. കുടിച്ചോ കുടിച്ചോ. പൊന്നു മോള് കുടിച്ചോ. ആഹാ, കരച്ചിൽ നിന്നല്ലോ. കരയുന്ന ഏത് കുട്ടികളെയും പത്മാവതി ഒന്ന് എടുത്താൽ മതി, ആ നിമിഷം കരച്ചു നിർത്തിക്കൊള്ളൂ. അതാ കൈപുണ്യം. അതെയാ?
മേനോൻ ചേട്ടാ. അല്ല, സജി സാറോ? വന്നാട്ടെ. അജയനടുത്ത ആളായല്ലോ. ഇരിക്കും. ആ, നാളെ മുതൽ താൻ ജോലിക്ക് പോകാൻ തയ്യാറായിക്കോ. ഞാൻ വിചാരിച്ച നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഒരു സെയിൽസ്മാൻ ആയിട്ട് നിർത്താവുന്ന, പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ തനിക്കൊരു ജോലി അത്യാവശ്യമായതുകൊണ്ട് അച്ചായനോട് പറഞ്ഞ ഒരു ഡെലിവറി ബോയുടെ ചാൻസ് ഒപ്പിച്ചിട്ടുണ്ട്. അതെന്ത് ജോലിയാ? ഓർഡർ അനുസരിച്ചുള്ള സാധനങ്ങൾ ഓരോ വീട്ടിലും കൊണ്ടുവന്ന് എത്തിക്കുക. അല്പം പ്രയാസമുള്ള ജോലിയാണ്. അജയന് ബുദ്ധിമുട്ടാവുമെങ്കിൽ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഏത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാ. അതിലെനിക്ക് ഒരു മടിയില്ല. എങ്കിൽ നാളെ മുതൽ ജോലി മോളെ നമുക്ക് ഏതെങ്കിലും ഡേക്കറാക്കാം. ഗുരുവായൂരപ്പ രക്ഷിക്കണേ ഭഗവാനെ. ഇത്രയും നല്ലൊരു കുഞ്ഞിനെ റെയിൽവേ ട്രാക്കിൽ കൊണ്ട് കളയാൻ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് തോന്നുവോ? ഗുരുവായൂരപ്പന്റെ ജ്ഞാന കണ്ണുകൊണ്ട് ആരാണ് ആ സ്ത്രീ എന്നൊന്ന് കണ്ടുപിടിച്ചു തരണം. ഇന്ന് വേണ്ട, അവിടെ നിന്ന് അല്പം ബിസിയാണെന്ന് എനിക്കറിയാം. പിന്നെ കണ്ടുപിടിച്ചു തന്നാലും മതി. എന്നിട്ട് വേണം അവരോട് എനിക്ക് 2 വാക്ക് ചോദിക്കാൻ. സ്വാമി, പിന്നെ എന്റെ ജോലിയുടെ കാര്യമൊക്കെ എല്ലാം മംഗളമായിട്ട് വരണേ ഭഗവാനെ. തൊഴുതേ. സ്വാമിയേ, സ്വാമിയേ, സ്വാമിയേ. പിന്നെ ഇവന്റെ നിർബന്ധം കൊണ്ടാ തന്നെ ഞാനിവിടെ ജോലിക്ക് എടുക്കുന്നത്. പിന്നെ ഞാനൊരു ജോലി ഏൽപ്പിച്ചാൽ ഉത്തരവാദിത്തപൂർവ്വം സത്യസന്ധമായി ചെയ്യണം. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അച്ചായ. നീ പറഞ്ഞത് കൊണ്ടാ എന്റെ പേടി. എടാ, ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണം. മേനോൻ സാർ, ഈ പയ്യന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്ക. വളരെ ഉപകാരം സാർ. ചെല്ല് ചെല്ല് എന്താ ചെല്ല്. പറ. വരൂ. വർക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ സാർ? ആ. பஸ் கண்டக்டரா? இல்ல, டோர் டெலிவரி பாய். அப்ப டச் பண்ணாம கொடுக்க முடியாது? അതിന് ഞാൻ ടച്ച് ഒന്നും ചെയ്തില്ലല്ലോ. நீ என்ன விளையாடுறியா? என்கிட்ட வேணா, எனக்கு எல்லாம் தெரியும். ഇത് രോഗം വേറെയാ, അതിന് നമ്മളെ കിട്ടില്ല. നീ പാതി ഞാൻ പാതി കണ്ണേ അരി. മിസ്സിംഗ് ബ്യൂട്ടി, താൻ കാരണം ഞാൻ അച്ഛൻ്റെ എന്തുമാത്രം വഴക്ക് കേട്ടെന്നറിയാവൂ. അന്നത്തെ എയർപോർട്ടിലെ മിസ്സിംഗ് കാരണം തെറ്റിയത് എന്റെ മനസ്സിന്റെ ബാലൻസാ. ഇന്നെങ്ങനെ മിസ്സാവാൻ ഞാൻ വരില്ല. പഞ്ചശാലം വിളിക്കുന്ന പഞ്ചവർണ്ണ കിളിയേ നീ വാ,
കൊഞ്ചി കൊഞ്ചി പാടി പാടി പറന്നിന്റെ കൂടെ നീയും വാ ഈടനെഞ്ചിൽ കൂടുവച്ചു വാ ഇക്കിളിപ്പു ചൂടിക്കൂടെ വാ മഞ്ഞുതിരു മാസം വന്നിരാ മാറച്ചൂടനെഞ്ഞു നീയും വാ മധുരം താ മധുരം താ ജു 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 ജു